നാൾതോറും നമ്മുടെ രക്ഷയായി നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവയുടെ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ കർത്താവ് നമ്മോട് കാണിച്ച കൃപയ്ക്കായി ദയയ്ക്കായി നമുക്കിന്ന് പകൽക്കാലവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അടുത്തു വരാം. നമ്മുടെ ദൈവം നല്ല ഇടയനായിരിക്കുന്ന ദൈവം, ആടുകളെ പോലെ നമ്മെ വഴി നടത്തുന്ന ദൈവം. 78 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ തൻ്റെ ജനത്തെ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു, അവൻ അവരെ നിർഭയമായി നടത്തി. അതിൻ്റെ അവസാനം പറയുന്നു, അവൻ അവരെ കൈമിടുക്കോടെ നടത്തി. ഹല്ലേലൂയ. അപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിൻ്റെ ആടുകളാണ്. അവൻ്റെ കൈക്കലെ ആടുകളും അവൻ മേയ്ക്കുന്ന ആടുകളും അവൻ്റെ ജനവുമെന്ന് പലപ്പോഴും പറയുന്നത് പോലെ നാം ദൈവത്തിൻ്റെ ജനവും ആടുമൊക്കെ ആണെങ്കിൽ ദൈവമാണ് നമ്മെ വഴി നടത്തേണ്ടത്. ഇസ്രായേൽ ജനത്തെ ദൈവം നിർഭയമായി നടത്തിയതുപോലെ അവർക്ക് രാജ്യവും രാജാക്കന്മാരും സിംഹാസനവും ഒന്നുമില്ലാതിരുന്നിട്ടും ചുറ്റും വളരെ പ്രതികൂലവും പല വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ടും കർത്താവ് അവരെ നിർഭയമായി, ആരും അവരെ ഉപദ്രവിക്കാതെ വണ്ണം ദൈവം തന്നെ അഗ്നി മേഘ തൂണുകളിൽ ഇറങ്ങി നിന്ന് അവരെ നടത്തി. പിന്നെ എന്താണ്? കൈമിടുക്കോടെ നടത്തി. അവർക്കൊന്നിനും മുട്ടില്ലാതെ വണ്ണം ആഹാരത്തിന് മന്നയും തീക്കൽ പാറയിൽ നിന്ന് വെള്ളവും അവർക്ക് കാടപ്പക്ഷിയും എല്ലാം കൊടുത്ത് ദൈവം അവരെ ആ മരുഭൂമിയിൽ കൂടി നിർഭയമായും കൈമിടുക്കോടെയും ആട്ടിൻകൂട്ടത്തെ പോലെയും എല്ലാം പരിപാലിച്ച് നടത്തിയതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കൈക്കീഴിൽ ഈ ദുഷ്ടലോകത്തിൽ നമുക്ക് നിർഭയമായി നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നടക്കുവാൻ ദൈവം നമ്മെ കൈമിടുക്കോട് കൂടി നടത്തുവാനായി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആശ്രയം വച്ച് കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ മറഞ്ഞിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, ദൈവം നടത്തുന്ന വഴിയെ മുന്നോട്ട് പോകുവാൻ ഒക്കെയായി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന വെച്ച അങ്ങ് മാറാത്ത ദൈവം, അങ്ങ് മാറ്റമില്ലാത്ത ദൈവം, അങ്ങ് കരുണയുള്ള ദൈവം, അവിടുന്ന് വിശ്വസ്തനായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ കർത്താവേ, അവിടുത്തെ ദയയ്ക്കായി നന്ദി, അവിടുത്തെ കൃപയ്ക്കായി നന്ദി. ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ ദയയാകുന്നു കർത്താവേ. ഓരോ പ്രഭാതത്തിലും അവിടുത്തെ കരുണ പുതിയതായിരിക്കുകയല്ല, ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ട് പഴകിയ ഞങ്ങളുടെ പഴയകാല അവസ്ഥകളിൽ നിന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ പുതുമയുടെ ദിവസങ്ങളിലേക്ക് വഴി നടത്തണം. അപ്പ പാലും തേനും ഒഴുകുന്ന ആ കനാൻ ദേശത്തിലേക്ക് ഇസ്രായേൽ ജനത്തിനെ വഴി നടത്തിയതുപോലെ കർത്താവെ വർഷങ്ങളായി ഞങ്ങൾ കേൾക്കുന്ന ചില വാഗ്ദത്തങ്ങളിലേക്ക് അവിടെ നീ ദിവസങ്ങളിൽ വഴികൾ വാതിലുകളെ തുറന്ന് ഞങ്ങളെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച. ഹല്ലേലൂയ കർത്താവേ, അതിനായി ദൈവത്തിൻ്റെ സാന്നിധ്യം മോശ പറഞ്ഞതുപോലെ പിതാവേ അങ്ങ് ഞങ്ങളോടുകൂടെ നടക്കുന്നില്ല എങ്കിൽ ദൈവമേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതേ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലവും നമുക്കും പ്രാർത്ഥിക്കാം. പിതാവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളിൽ നിൽക്കണമേ, അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവമേ ഓരോ ദിവസത്തിൻ്റെ ആലോചനകൾക്കായി ഞങ്ങളുടെ ഓരോ ദൈവമേ ബന്ധങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മധ്യത്തിൽ ഇറങ്ങി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക ആലോചനകൾ, ഞങ്ങളുടെ ഭാവി ജീവിതത്തിൻ്റെ നന്മകൾ, നാളെയെക്കുറിച്ചുള്ള ദൈവമേ അങ്ങയുടെ പദ്ധതികളൊക്കെ നിറവേറ്റുവാനായി ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ, ദൈവം ആഗ്രഹിക്കാത്ത പലതിനെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റുവാൻ, ചില ബന്ധങ്ങളിൽ നിന്ന് ദൈവമേ ഒഴിഞ്ഞിരിക്കുവാൻ, ചില സംസാരങ്ങളിൽ നിന്ന് ദൈവമേ ഞങ്ങൾ ഒഴിഞ്ഞിരിക്കുവാൻ, ദൈവഹിതമല്ലാത്ത പ്രവർത്തികൾ ഞങ്ങൾ വിട്ടുമാറുവാൻ, ദൈവഹിതമല്ലാതിരിക്കുന്ന ദൈവമേ സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുവാൻ കർത്താവേ ഞങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരും കർത്താവിൻ്റെ ഹൃദയത്തെ പ്രസാദിപ്പിക്കുന്നവരുമായി മാറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് വേഗത്തിൽ എത്തുമ്പോൾ ദൈവമേ വിളക്കിൽ എണ്ണ കരുതിയ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഞങ്ങൾ ദൈവമേ രാവും പകലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണർന്നും ജാഗരിച്ചും ഇരിക്കുവാൻ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പല ലൗകിക നന്മകൾക്കായി ദൈവമേ പല പ്രൊഫഷനുകൾക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും ഉപവസിച്ചും ഒക്കെ ഒരുക്കി വിടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന ബോധ്യം ഒരു വിത്ത് പോലെ കൊടുക്കുവാൻ, ഓരോ ദിവസവും കുഞ്ഞുങ്ങളെയും അത് ഓർമ്മിപ്പിക്കുവാൻ, ഞങ്ങളത് ഓർക്കുകയും കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ ദൈവമേ സഹായിക്കണമേ അപ്പച്ച. ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരായി മാറിപ്പോകരുത് കർത്താവേ. അവിടുത്തെ രണ്ടാം വരവിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും പ്രിയപ്പെട്ടവരും ഒക്കെ അങ്ങയോട് കൂടെ എടുക്കപ്പെടുവാൻ
കർത്താവേ, ഞങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കള്ളൻ വരുന്നത് പോലെ കർത്താവെ, അങ്ങ് ഏത് സമയത്ത് വരുമെന്ന് അറിയില്ല. എപ്പോൾ വന്നാലും അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ സഹായിക്കണം അപ്പച്ച. ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് ചേർന്ന് നടക്കുവാൻ, അവിടുത്തെ ഇൻപ ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ അപ്പച്ച അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പകൽക്കാലവും വിവിധ വിഷയങ്ങളിൽ ബുദ്ധിമുട്ടോടുകൂടി ഭാരത്തോടുകൂടി ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരു ദൈവമേ, ഈ ലോകത്തിൽ അവർക്ക് താമസിക്കുവാൻ സ്വന്തമായൊരു ഭവനമില്ലാതെ ഭവനത്തിനായി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത്ഭുതകരമായി വഴികൾ, വാതിലുകൾ അതിനുവേണ്ടി ദൈവമേ ഒരുങ്ങപ്പെടട്ടെ. വരുമാന മാർഗങ്ങൾ വർദ്ധിക്കട്ടെ ദൈവമേ. ചില ലോണുകൾ സാങ്ഷൻ ആകട്ടെ ദൈവമേ. ചില പ്രിയപ്പെട്ടവർ എടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അത്ഭുതകരമായി അത് വീട്ടിൽ തീർക്കുവാനുള്ള വഴികൾ, വാതിലുകൾ തുറക്കണമേ. ചില വസ്തുക്കൾ വിൽക്കുവാനും ചിലത് വാങ്ങുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അവിടെ നിന്ന് സാധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുമാറാക്കുന്ന ദൈവം, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ തിന്മയെന്ന് കരുതിയത്, പരാജയമെന്ന് കരുതിയത്, കർത്താവെ തകർച്ചയെന്ന് കരുതിയത്, നിന്ദിക്കപ്പെട്ടു എന്ന് കരുതിയ സ്ഥാനത്ത് അതേ നിലവാരത്തിൽ നിന്ന് കർത്താവ് അതിനെയെല്ലാം നന്മയ്ക്ക് വേണ്ടി തീർക്കുന്ന ചില കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച. എല്ലാ നിന്ദകൾ, പരിഹാസങ്ങൾ മാറട്ടെ. മറ്റുള്ളവർ ഇവരെ റിജക്റ്റ് ചെയ്ത സ്ഥാനത്ത്, തള്ളിമാറ്റിയ സ്ഥാനത്ത് കർത്താവ് ദൈവമേ, ഇവരുടെയും ഇവരുടെ തലമുറകളുടെയും ജീവിതത്തിൽ പുതു നന്മകളെ പകർന്ന് ഇവരെ മാന്യതയുള്ളവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവരോട് കൂടെ ഇരിക്കട്ടെ കർത്താവെ. എല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്ന് ഇവർക്ക് തുണയായിരിക്കണമേ. ഹൃദയത്തിൻ്റെ തകർച്ചകൾ മാറിപ്പോകട്ടെ കർത്താവെ. മനസ്സിൻ്റെ മുറിവുകളെ അങ്ങ് ആശ്വസിപ്പിച്ച് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ, ഇവർ ക്രിസ്തുവെന്ന തലയോളം വളർന്നു വരുവാൻ ദൈവമേ, ഇവരിൽ വചനം ക്രിയ ചെയ്യുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെന്ന് പകൽക്കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, ചില ബാക്ക് പെയിനുകൾ, നടുവേദനയുടേതായിരിക്കുന്ന പ്രയാസങ്ങൾ, കർത്താവെ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റുകൾ യേശുവൻ നാമത്തിൽ കർത്താവെ സൗഖ്യമാകുവാൻ, അതിൻ്റെ ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കുന്ന അവസ്ഥകളെല്ലാം ദൈവമേ നേരെയാകുവാനായി പ്രാർത്ഥിക്കുന്നു. ഷോൾഡറുകൾ ദൈവമേ, കാൽമുട്ടുകൾ ഒക്കെ കർത്താവെ ഡിസ്ലൊക്കേഷൻ വന്നിരിക്കുന്നതെല്ലാം നേരെയാകുവാനായി, ഉപ്പൂറ്റി ഭാഗങ്ങളൊക്കെ കർത്താവെ അതെല്ലാം റീപൊസിഷൻഡ് ആകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. നടക്കുവാനുള്ള പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ, ഡയാലിസുകൾ നീങ്ങിപ്പോകട്ടെ കർത്താവെ, ഹാർട്ട് കംപ്ലൈൻറ്റുകൾ മറയട്ടെ, ഷുഗർ കംപ്ലൈൻറ്റുകൾ ദൈവമേ മാറുവാനായി, അത് നോർമലാകുവാൻ, BP-യുടെ വേരിയേഷൻസ് നോർമലാകുവാൻ, ടെൻഷനും പ്രയാസങ്ങളും മാറിപ്പോകുവാൻ ദൈവമേ, സൈനസ് കംപ്ലൈൻറ്റുകൾ മാറുവാൻ, മൈഗ്രെയിൻ തലവേദനകളൊക്കെ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ദിവസവും എത്ര പറഞ്ഞാലും തീരാത്തതുപോലെ, പ്രാർത്ഥിച്ചാലും തീരാത്തതുപോലെ ഒത്തിരി ആവശ്യഭാരങ്ങൾ ഉണ്ട് കർത്താവെ. എങ്കിലും കർത്താവ് തന്നെ സകലതിനും തുണ നിന്ന് അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കണമേ. ആവശ്യങ്ങളെല്ലാം തക്ക സമയത്ത് നിറവേറ്റണമേ കർത്താവെ. പറഞ്ഞത് വളരെ കുറവ്, പറയാത്ത അനേകം വിഷയങ്ങളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ സങ്കടങ്ങളെ മാറ്റി കർത്താവെ ജയത്തോടെ അവരെ നടത്തണമേ. മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവെ അവരുടെ തല ഉയർത്തി അവിടെ നിന്ന് നിർത്തണമേ അപ്പ. പാൽക്കാലം ഓരോ പ്രിയപ്പെട്ടവരെയും യാത്രകളിലെല്ലാം സംരക്ഷിക്കണമേ. ആപത്തുകൾ, അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവെ, കാറ്റിൽ നിന്ന്, മഴയിൽ നിന്ന്, വെയിലിൽ നിന്ന് ദൈവമേ, ദുഷ്ടമൃഗങ്ങളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് ഒക്കെ ഭവനങ്ങൾ ദൈവമേ യാത്രകൾ, വാഹനങ്ങൾ, കുഞ്ഞുങ്ങൾ ഒക്കെ സംരക്ഷിക്കപ്പെട്ടിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാം വചനത്തിൽ എങ്ങും നോക്കിയാൽ പിതാവായിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമാണ്. നമ്മുടെ അവസ്ഥകളെ മാറ്റുന്നവനാണ്. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ പുറത്തെടുക്കുന്നവനാണ്. ജയിലുകളിൽ നിന്ന് നമ്മെ പുറത്തെടുക്കുന്നവനാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഓരോ ഭക്തന്മാരുടെയും ജീവിതത്തിൽ പലതും കർത്താവ് ഇതുപോലെ ചെയ്തു. ദാനിയേലിനെ ദൈവം വിടുവിച്ചു, യിരെമ്യാവിനെ ദൈവം വിടുവിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ പല സ്ഥലങ്ങളിലും ജയിലുകളെക്കുറിച്ച് നാം പലതും വായിക്കുന്നു. ഒന്നാമതായി ആദ്യ ഭാഗങ്ങൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ കൈകളാൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ടിട്ട് യേശു തന്നെ ക്രിസ്തു എന്ന് എത്ര അവരെ ശാസിച്ചിട്ടും, യേശുവിൻ്റെ നാമം പറയരുതെന്ന് എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കാതിരുന്നതിനാൽ അവരെ പിടിച്ച് ജയിലിലിടുകയാണ്. ഹല്ലേലൂയ. പക്ഷേ അവർ അവിടെ ആയിരിക്കുമ്പോൾ ദൂതൻ വന്ന് അത്ഭുതകരമായി കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന് അവർ പിന്നെയും
കർത്താവിൻ്റെ നാമം പ്രസംഗിക്കുവാൻ അവർ പോലും അറിയാതെ, അവരെ പൂട്ടിയിരുന്ന കാരാഗ്രഹത്തിലുള്ളവർ അറിയാതെ അവർ പിന്നെയും കർത്താവിൻ്റെ നാമം ദേവാലയത്തിന് അടുക്കൽ നിന്ന് പ്രസംഗിക്കുന്നത് കാണുവാൻ ഇടവരുത്തുമാറാക്കി എന്ന് 5-ാം അധ്യായത്തിൽ വായിക്കുന്നു. എന്നാൽ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബിനെ കൊന്നതിന് ശേഷം പത്രോസിനെയും കൊല്ലുവാനായി തടവിലിട്ടിരിക്കുകയാണ്. ആ സമയം സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. പത്രോസിനെ അടുത്ത ദിവസം പെസഹ കഴിഞ്ഞ് അല്ലെങ്കിൽ ശാബത്ത് കഴിഞ്ഞ് അടുത്ത ദിവസം കൊല്ലും എന്ന് പത്രോസിന് തന്നെ അറിയാം, കൊല്ലുവാനായിട്ടാണ് അവിടെ. എന്നിട്ട് പത്രോസ് സുഖകരമായി ഉറങ്ങുകയാണ്. കർത്താവ് പറഞ്ഞ വാഗ്ദത്തം കൊണ്ടായിരിക്കുക നീയോൾ വൃദ്ധനായ ശേഷമെന്ന്. എന്താണെങ്കിലും പത്രോസ് ഉറങ്ങി. ദൂതൻ വന്ന് പത്രോസിനെ തട്ടി ഉണർത്തി ചെരുപ്പിട്ട് അരമുറുക്കി ഇറങ്ങുവാൻ പറഞ്ഞ് ദൂതൻ തന്നെ മുന്നമേ നടന്ന് 1-ാം വാതിലും 2-ാം വാതിലും, ജയിലുകൾക്ക് പല വാതിലാണ്, ഒറ്റ വാതിലല്ല. ഒന്നിൽ ചാടിയാൽ മറ്റു വാതിലുകൾ കടന്നു പോകണം. അപ്പോൾ ആ വാതിലുകളെല്ലാം തുറന്ന് പത്രോസിന് വേണ്ടി സഭ എവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നോ അവിടേക്ക് പത്രോസിനെ എത്തിക്കുവാനായി ദൂതൻ ഇറങ്ങുന്നു. ഹല്ലേലൂയ. പിന്നെയും അപ്പോൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ പൗലോസും ശീലാസും, അത് നമുക്കറിയാം, ഒരു ഭൂതബാധിതയായിരുന്ന ഒരു സ്ത്രീയിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുമ്പോൾ പലരുടെയും അഭിചാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന, അല്ലെങ്കിൽ പലരുടെയും ബിസിനസ് തകർന്നു പോകുമെന്നോർത്ത് ഫിലിപ്പിയിൽ വച്ച് പൗലോസിനെയും ശീലാസിനെയും ജയിലിലിടുമ്പോൾ അവർ ആ കൈകളിലും കാലുകളിലും ചങ്ങലയിൽ കിടന്നിട്ടും അവർ ദൈവത്തെ പ്രാർത്ഥിച്ചു. തുടർന്ന് അവർ പാടി സ്തുതിക്കുമ്പോൾ അവിടെ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുമാറ് ഭൂകമ്പമുണ്ടായി. അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകൾ തുറന്നു, ഇവരുടെ കയ്യിലും കാലിലുമുള്ള ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. അടിസ്ഥാനങ്ങൾ പോലും ഇളക്കി മാറ്റിയ ഒരു അതിശയം അവിടെയും നടക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവം ഓരോ സമയത്തും അതത് രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ ആരും അറിയാതെ നമ്മെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ചിലപ്പോൾ ദൂതൻ തന്നെ ഇറങ്ങി നമ്മോടൊപ്പം നടന്ന് വാതിലുകളെ തുറന്ന് പുറത്തു കൊണ്ടുവരും. ചിലപ്പോൾ ആ ജയിലെ ഇല്ലാതെയാക്കി ആ കിടന്ന അവസ്ഥകളെ മുഴുവൻ നീക്കി ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. എവിടെയാണെങ്കിലും പത്രോസിനെ പോലെ ഉറങ്ങിയാലും, വാഗ്ദത്തമുള്ളവൻ ഉറങ്ങിയാലും ദൈവം പുറത്തു കൊണ്ടുവരും. എങ്കിലും പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചതുപോലെ നിങ്ങൾ ദൈവത്തെ സന്നിധിയിൽ ആര് നിങ്ങളെ എന്ത് പ്രതികൂലത്തിൻ്റെ അവസ്ഥയിൽ എത്ര കെട്ടിയിടാൻ നോക്കിയാലും, എത്ര നിങ്ങളെ ഒതുക്കി കളയുവാൻ നോക്കിയാലും പ്രാർത്ഥിക്കുക, പാടുക, ദൈവത്തെ സ്തുതിക്കുക. ദൈവം നിശ്ചയമായും നിങ്ങളെ കെട്ടിയിരിക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും പുറത്തെടുക്കുവാനായി ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൂതന്മാരെയും അയക്കുക തന്നെ ചെയ്യും. സങ്കടങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ. ഈ അവസ്ഥ എന്നും തുടരുകയില്ല. കർത്താവ് നിങ്ങളെ നിശ്ചയമായും വിശാലതയിലേക്കും വർധനവിലേക്കും ആ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിലേക്കും എത്തിക്കുവാൻ സഹായിക്കുക തന്നെ ചെയ്യും. വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.